താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 8-ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. മകന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ കുറ്റാരോപിതർക്ക് ജാമ്യം നൽകരുതെന്ന് ഷഹബാസിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. നിർഭയ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉദ്ധരിച്ചു. ആക്രമണത്തിന് തയ്യാറെടുത്തു തന്നെയാണ് കുട്ടികൾ വന്നത്. ഷഹബാസിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം ആസൂത്രണം ചെയ്തത്. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതേസമയം കുറ്റാരോപിതർ 34 ദിവസം ജയിലിൽ കിടന്നത് ശിക്ഷയായി കണക്കാക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. കുറ്റാരോപിതർക്ക് തുടർ പഠനം നടത്തണമെന്നും രക്ഷിതാക്കൾക്കൊപ്പം വിടണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ഇവർക്ക് വീണ്ടും കോടതി ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോൺ ക്രിമിനൽസുമായി അസോസിയേറ്റ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അവരുടെ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഈ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ CWL യാതൊരു കാരണവശാലും നിയമത്തിൻ്റെ യാതൊരു ആനുകൂല്യവും ഇപ്പോൾ അർഹിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യമായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജാമ്യാപേക്ഷ തള്ളുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നീതിപീഠത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും രക്ഷിതാക്കളെ പ്രേരണാകുറ്റം ചുമത്തി കേസിന്റെ ഭാഗമാക്കണമെന്നും പിതാവ് ഇക്ബാൽ പറഞ്ഞു. എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു. പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട ആറാടി മണ്ണിലുള്ളത്. അവരിന്ന് സന്തോഷത്തിൻ്റെ പുറമെ വന്നത്. അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവരിന്ന് വന്നത്. അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ നടന്നു. കുറ്റാരോപിതരെ ആഘോഷത്തോടെ കൊണ്ടുപോകാനാണ് കുടുംബം വന്നത്. തന്റെ മകൻ 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ആഘോഷിക്കുക എന്നും പിതാവ് വൈകാരികമായി പ്രതികരിച്ചു. ജാമ്യഹർജിയിലെ വാദം പൂർത്തിയായ ശേഷം കോടതി ചൊവ്വാഴ്ച വിധി പറയാനായി മാറ്റുകയായിരുന്നു. നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജനം, കോഴിക്കോട്.